കാർഡ്സ് ഒരുപാട് മാറിപ്പോയി. നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ള ചാർസോട്ട് ഒരു പഴഞ്ചൻ കാർഡായി മാറിയത് മാത്രമല്ല ഇപ്പോൾ അംബ്രിയോന്റെ കാലമാണ്. $80 വില വരുന്ന ഈ ബോക്സിന് വേണ്ടി ഇത്രയും മുതിർന്ന ആൾക്കാർ ഇടി കൂടുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം ഹായ്, ദിസ് ഈസ് പോക്കി മച്ചാൻ. ഞാനൊരു പോക്കിമോൺ TCG കാർഡ് കളക്ടർ ആൻഡ് ഇൻവെസ്റ്റർ. നിങ്ങളൊരു പോക്കിമോൺ ഫാൻ അല്ലെങ്കിൽ പോക്കിമോൺ കാർഡ്സ് കളക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ മസ്റ്റേ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ബട്ട് അതിനു മുന്നേ ഈ വീഡിയോയിൽ ഒരു എക്സൈറ്റിംഗ് ഗീവ് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. സോ അധികം താമസിപ്പിക്കാതെ ലെറ്റ്സ് ജംപ് ഇൻടു ദ ഫസ്റ്റ് വൺ, ബൂസ്റ്റർ പാക്സ്. ഓരോ ബൂസ്റ്റർ പാക്സിലും 10 കാർഡ് വീതമാണുള്ളത്. ഇതിൽ ഒരു ഹോളോ കാർഡും 2 റിവേഴ്സ് ഹോളോ കാർഡും ഉറപ്പായും കിട്ടും. പിക്ചറിനകത്ത് ഷൈനിങ് ഫോയിലുള്ള കാർഡ്സിനെയാണ് ഹോളോ കാർഡ്സ് എന്ന് പറയുന്നത്. പിക്ചർ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും ഫോയിലുള്ള കാർഡ്സാണ് റിവേഴ്സ് ഹോളോ. ഇപ്പോൾ പറഞ്ഞ ഹോളോ കാർഡ്സിന് പകരമായി കുറച്ചും കൂടി റെയർ ആയിട്ടുള്ള കാർഡ്സ് നമുക്ക് കിട്ടിയേക്കാം. കാർഡ്സിൻ്റെ റെയറിനെ കുറിച്ച് നമുക്ക് ഉടനെ സംസാരിക്കാം. പക്ഷേ അതിനു മുന്നേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പ്രൊഡക്റ്റാണ് എലൈറ്റ് ട്രെയിനർ ബോക്സ്, ഓൾസോ നോൺ ആസ് ETB. പോക്കിമോൺ പുതിയ സെറ്റ് റിലീസ് ചെയ്യുമ്പോൾ ആദ്യം അതിൻ്റെ ETB ആണ് റിലീസ് ചെയ്യുന്നത്. ഈ ബോക്സിനകത്ത് റിലീസ് ചെയ്ത സെറ്റിൻ്റെ 9 പാക്സ് കൂടാതെ TCG പ്ലെയർ സപ്ലൈസ്, ഒരു പ്രൊമോ കാർഡ് ആൻഡ് ഈ ബോക്സിനെ നമുക്കൊരു കാർഡ് സ്റ്റോറേജ് യൂണിറ്റായി ഉപയോഗിക്കാം. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങളൊരു ഫസ്റ്റ് ടൈം കളക്ടർ ആണെങ്കിൽ ETBയിൽ നിന്ന് തുടങ്ങുന്നത് ഒരു നല്ല ചോയ്സ് ആയിരിക്കും. എലൈറ്റ് ട്രെയിനർ ബോക്സിന് ഒരു സ്പെഷ്യൽ എഡിഷൻ കൂടിയുണ്ട്, പോക്കിമോൺ സെൻറ്റർ എക്സ്ക്ലൂസീവ് ETB. ഇത് പോക്കിമോൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ മാത്രമേ മേടിക്കാൻ പറ്റൂ. ആൻഡ് ഈ ബോക്സിൽ ഒരു എക്സ്ട്രാ ബൂസ്റ്റർ പാക്കും അതുകൂടാതെ പോക്കിമോൺ സെൻറ്റർ സ്റ്റാമ്പ് ഉള്ളൊരു പ്രൊമോ കാർഡ് കൂടെ കിട്ടും. ഇനി പറയാൻ പോകുന്ന പ്രൊഡക്റ്റ് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഇൻട്രൊഡ്യൂസ് ചെയ്ത ബൂസ്റ്റർ ബണ്ടിൽസ്. ഇതിൽ 6 ബൂസ്റ്റർ പാക്സ് മാത്രമാണുള്ളത്. എലൈറ്റ് ട്രെയിനർ ബോക്സിനുള്ളതുപോലെ പ്രൊമോ കാർഡ്സോ ആക്സസറീസോ ഒന്നും തന്നെയില്ല, ജസ്റ്റ് പ്യുവർ പാക്സ്. നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഒരത്ര വില കൂടുതലല്ലാത്ത കാർഡ്സ് ഇട്ടുവെക്കാനുള്ള ഒരു സ്റ്റോറേജ് യൂണിറ്റ് ആയിട്ടും ഇത് ഉപയോഗിക്കാം. ഇനി നമുക്ക് കുറച്ച് ടിൻസ് നോക്കാം. മിനി ടിൻസിൽ 2 ബൂസ്റ്റർ പാക്സ്, പോക്കിമോൺ ടിൻസിൽ 3 ആൻഡ് നോർമൽ ടിൻസിൽ 5 പാക്സ് പ്ലസ് ഒരു പ്രൊമോ കാർഡ് കൂടെ കിട്ടും. ഇപ്പോൾ പറഞ്ഞ ടിൻസിലെല്ലാം അസോർട്ടഡ് പാക്സ് ആയിരിക്കും ഉള്ളത്. അതായത് പല സെറ്റിൽ നിന്നുള്ള പല പാക്സ് ആയിരിക്കും ഉണ്ടാകുക. അതുകൂടാതെ ഒരു സെറ്റിന് വേണ്ടി മാത്രം ഇറക്കിയ ടിൻസും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതിൽ ആ സ്പെസിഫിക് സെറ്റിൻ്റെ ബൂസ്റ്റർ പാക്സ് മാത്രമേ കാണൂ. ഇനി പറയാൻ വന്ന ബോക്സ് പോക്കിമോൺ കളക്ടേഴ്സിനും കുട്ടികൾക്കും ഒരുപോലെ ഇഷ്ടമുള്ള ബോക്സാണ് പോക്കിമോൺ കളക്ഷൻ ബോക്സ്. ഇത് പല ഷേപ്പിലും സൈസിലും അവൈലബിൾ ആണ്. ഇതിൽ ഒട്ടുമിക്ക ബോക്സിനും ഒരു തീം ബേസ്ഡ് ഡിസൈൻ കാണും. ബൂസ്റ്റർ പാക്സിനൊപ്പം പ്രൊമോ കാർഡ്സ്, കാർഡ് പ്രൊട്ടക്ടേഴ്സ്, പോസ്റ്റേഴ്സ്, ബൈൻഡേഴ്സ് ആൻഡ് ആക്ഷൻ ഫിഗേഴ്സും വരുന്ന ബോക്സ് പോക്കിമോൺ റിലീസ് ചെയ്തിട്ടുണ്ട്. ഒരു സെറ്റിലെ ഏറ്റവും എക്സ്പെൻസീവ് പ്രോഡക്റ്റാണ് അടുത്തത്. പോക്കിമോൺ കാർഡ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് ഒരു പെർഫെക്റ്റ് ചോയ്സ് ആണ് ഈ പ്രോഡക്റ്റ്, ബൂസ്റ്റ് ബോക്സസ്. ഈ ബോക്സിൽ ഒരു സെറ്റിലെ മാത്രം 36 പാക്സ് ആണ് ഉള്ളത്. പണ്ടൊക്കെ നിങ്ങൾക്ക് ഒരിക്കലും ഇത് ടാർഗറ്റോ ബിഗ് W പോലുള്ള സ്റ്റോറിൽ നിന്ന് ഒരു ഫുൾ സീൽ ബോക്സായി വാങ്ങാൻ പറ്റില്ല. പോക്കിമോൺ ഈ ബോക്സ് സ്റ്റോറിൽ എത്തിച്ച് സ്റ്റോറിൽ നിന്ന് ഒരു സിംഗിൾ പാക്കായി വാങ്ങാനേ പറ്റൂ. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് ഇത് ഓൺലൈൻ സ്റ്റോറിൽ നിന്ന് ഓർഡർ ചെയ്യാം. ഒരു സെറ്റിലെ കംപ്ലീറ്റ് കാർഡ്സ് കളക്ട് ചെയ്യാൻ ബൂസ്റ്റർ ബോക്സസ് ഒരു നല്ല ചോയ്സാണ്. പോക്കിമോൺ കാർഡ്സ് ഒരു കളക്റ്റബിളായി ഇറക്കുക എന്നതായിരുന്നില്ല ഇത് പ്രിന്റ് ചെയ്ത കമ്പനിയുടെ ഉദ്ദേശം. ഇതൊരു ട്രേഡിംഗ് കാർഡ് ഗെയിമാണ്, പോക്കിമോൺ TCG. സോ അടുത്ത പ്രോഡക്റ്റ് പോക്കിമോൺ TCG എന്ന ഗെയിമിനെ ബേസ് ചെയ്താണ് ബാറ്റിൽ ഡെക്സ്. ട്രേഡിംഗ് കാർഡ് ഗെയിമിന് വേണ്ടി മാത്രം ഫാക്ടറി അസംബിൾ ചെയ്ത് വരുന്ന ഒരു ഡെക്കാണിത്. ഓരോ ഡെക്കിനും അതിൻ്റെതായ ഗെയിം പ്ലാൻസ് അല്ലെങ്കിൽ സ്ട്രാറ്റജീസ് ഉണ്ടാവും. അതുപോലെ തന്നെ ബിൽറ്റ് ആൻഡ് ബാറ്റിൽ ബോക്സസ് ഒരു ഡെക്കിനെ ബേസിൽ നിന്ന് പല പ്ലേ സ്റ്റൈലിൽ ഡെവലപ്പ് ചെയ്തെടുക്കാൻ നമ്മളെ സഹായിക്കും. പക്ഷേ ഈ ബോക്സിൽ 4 ബൂസ്റ്റർ പാക്സും 40 റെഡി ടു പ്ലേ ഡെക്ക് കാർഡ്സും മാത്രമേ ഉണ്ടാവുള്ളൂ. എനർജി കാർഡ്സോ അല്ലെങ്കിൽ ഗെയിമിന് വേണ്ട മറ്റ് ആക്സസറീസോ ഉണ്ടാകില്ല. അവിടെയാണ് ബിൽറ്റ് ആൻഡ് ബാറ്റിൽ സ്റ്റേഡിയം നമ്മളെ സഹായിക്കാൻ പോകുന്നത്. നിങ്ങൾക്കൊരു TCG പ്ലെയറായി സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ബോക്സ് ഒരു പെർഫെക്റ്റ് ചോയ്സാണ്. ഫൈനലി നമ്മുടെ ലാസ്റ്റ് ആൻഡ് മോസ്റ്റ് പോപ്പുലർ പ്രൊഡക്റ്റ് UPC അഥവാ അൾട്രാ പ്രീമിയം കളക്ഷൻ. ഇതിനെ ഒരു ഹൈ എൻഡ് ETB എന്ന് വേണമെങ്കിൽ വിളിക്കാം. ബൂസ്റ്റർ പാക്സ് കൂടാതെ പ്ലേ മാറ്റ്സ്, ഹൈ ക്വാളിറ്റി TCG സപ്ലൈ, പ്രൊമോ കാർഡ് കൂടാതെ മെറ്റൽ കാർഡ്സും അവൈലബിൾ ആണ്. ഇതൊക്കെ കൊണ്ട് തന്നെ കളക്ടേഴ്സിനിടയിൽ വളരെ ഫേമസ് ആയ ഒരു പ്രൊഡക്റ്റാണ് അൾട്രാ പ്രീമിയം കളക്ഷൻ. ഓക്കെ, ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ ഗീവ് എന്താണെന്ന് നോക്കാം. ഈ കാണുന്ന സർജിങ് സ്പാർക്സിൻ്റെ 2 ബൂസ്റ്റർ പാക്കാണ് ഈ വീഡിയോയിലെ ഗീവ്. ഇത് കിട്ടാൻ നിങ്ങൾ 2 കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. പോക്കിമച്ചാൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്തിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് നിങ്ങളുടെ ഫേവറേറ്റ് പോക്കിമോൻ്റെ പേര് താഴെ കമൻറ്റ് ചെയ്യുക. ഗീവ് വിന്നറിനെ പതിവ് പോലെ 12th ജൂലൈ 7 PM യൂട്യൂബ് ലൈവിൽ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. സോ എൻ്റർ ചെയ്യുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഇനി നമുക്ക് കാർഡ്സിൻ്റെ റെയറിറ്റിയെക്കുറിച്ച് സംസാരിക്കാം. പഴയ പോക്കിമോൺ പാക്സിലൊക്കെ ചേസ് കാർഡ് അല്ലെങ്കിൽ എക്സ്പെൻസീവ് കാർഡ്സിനെ ഒരു ബ്ലാക്ക് സ്റ്റാർ കൊണ്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഈ കാർഡ്സിനെ നമ്മൾ റെയർ കാർഡെന്ന് വിളിക്കും. ബ്ലാക്ക് സ്റ്റാറിനൊപ്പം ഒരു ഹോളോ പ്രിന്റ് കൂടിയുള്ള കാർഡ്സാണ് ഹോളോ റെയർ. ആൻഡ് പണ്ടൊക്കെ സെറ്റിലെ ഏറ്റവും എക്സ്പെൻസീവ് കാർഡ് ഹോളോ റെയർ കാർഡ്സ് ആയിരിക്കും. പക്ഷേ ഇന്ന് റെയർ എന്ന് പറയുന്നത് ചേസ് സെഗ്മെൻറ്റിലേ ഇല്ല. റെയറിറ്റി സ്കെയിലിൽ ഏറ്റവും താഴത്തെ കാറ്റഗറിയിലാണ് ഇപ്പോൾ റെയർ കാർഡ്സ് ഉള്ളത്. പ്രധാനമായും 9 സെഗ്മെൻറ്റ്സ് ആയിട്ടാണ് റെയറിറ്റി സ്കെയിൽ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ കോമൺ. ഉള്ളത് പ്രധാനമായും 9 സെഗ്മെൻറ്റ്സ് ആയിട്ടാണ് റെയറിറ്റി സ്കെയിൽ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ കോമൺ. ഈ കാർഡ്സിനെ ഒരു ബ്ലാക്ക് ഡോട്ട് കൊണ്ട് നമുക്ക് തിരിച്ചറിയാം. പേര് പോലെ തന്നെ
ഒരു പാക്കിൽ ഏറ്റവും കൂടുതലുള്ളത് കോമൺ കാർഡ്സ് ആയിരിക്കും. ഒരു ബൂസ്റ്റർ പാക്കിൽ 4 കോമൺ കാർഡ്സ് ആണുള്ളത്.